ഐസ്ലാൻഡിൽ നിന്നും 4ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ക്യാമ്പ് സൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സ്വാതി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ പാസ്സാക്കി. ഇവിടെ ബേസിക്കലി ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ച പോലെ 300 ഐസ്ലാൻഡിക് ക്രോണ വേണം കേട്ടോ ഇവിടെ ബേസിക്കലി കുളിക്കാനായിട്ട്. അത് ചില സ്ഥലത്ത് കേട്ടോ. ഇവർ ചില ഏരിയയിലൊക്കെ മറ്റേ ഗീസറിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവർ നമുക്ക് ഈ ഷവർ, അതായത് ഹോട്ട് ഷവറിനുള്ള സംവിധാനമൊക്കെ തരുന്നത്. ചില സ്ഥലത്ത് ഇവർ എന്താ പറയുക, ആ സംവിധാനം ഉണ്ടാവില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഗീസർ സംവിധാനം ഇല്ലാത്ത ഏരിയയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവർ നാച്ചുറൽ ബോയിലിംഗ് വാട്ടറാണ്. അപ്പോൾ അത് കാരണം അതിന് പൈസ കൊടുക്കണം എക്സ്ട്രാ. അത് ഈ ക്യാമ്പ് സൈറ്റിൽ താമസിക്കുന്നതിൻ്റെ എക്സ്ട്രാ ആണ്. ചില ആൾക്കാർ കുളിക്കാം, ചില ആൾക്കാർ കുളിക്കാത്തവർക്ക് കുഴപ്പമില്ല, പൈസ കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഏകദേശം 300 ഐസ്ലാൻഡിക് ക്രോണ കൊടുത്തിട്ട് കുളി പാസ്സാക്കി. ഇപ്പോൾ കുളി പാസ്സാക്കിയിട്ട് ഇനി വണ്ടി ഒന്ന് ഒതുക്കണം, അതിനുശേഷം നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇച്ചിരി ലോങ് ഡ്രൈവ് ആയിരിക്കും. പിന്നെ കണ്ടില്ലേ, ഇതാണ് വ്യൂ ടോ. അതിൻ്റെ അപ്പുറത്ത് ആ സൈഡിൽ ബീച്ചാണ് ആക്ച്വലി. പിന്നെ ഇവിടെ ഇഷ്ടം പ്രകാരം ക്യാമ്പ് സൈറ്റ് വണ്ടികളുണ്ട്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആണുങ്ങൾക്ക് ഒരു 3 ബാത്റൂം, ഒരു സെക്ഷൻ വേറെ. പിന്നെ എന്താ പറയുക, പെൺപിള്ളേർക്ക് വേറെ സെക്ഷൻ. പിന്നെ ഷവർ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ ഇവിടെ വേറെ ഈ ക്യാമ്പ് സൈറ്റിൽ ഈ സ്ഥലത്തിൻ്റെ പേര് വിക്ക് എന്നാണ്. സോ വിക്കിൽ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ക്യാമ്പ് സൈറ്റിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നിട്ടുണ്ട് കുക്ക് ചെയ്യാനും കഴിക്കാനും വേണ്ടിയിട്ട്. അവിടെ ഹീറ്ററും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ കാറ്റത്തിരുന്നിട്ട് എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ട് കുക്ക് ചെയ്യേണ്ട, അവിടെ പോയിരുന്നു കുക്ക് ചെയ്യാം. നമ്മളവിടെ പോയി കുക്ക് ചെയ്തില്ല, കാരണം ടൈം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക, വണ്ടിയുടെ ബാക്കിൽ ഇവിടെ നമ്മൾ നമ്മുടെ കുക്കർ കാര്യങ്ങൾ വെക്കും. അപ്പോൾ കാറ്റടിക്കില്ല. അതൊന്നുമില്ലെങ്കിൽ ലൈസായിട്ട് അടച്ചിടും, അപ്പോൾ കാറ്റടിക്കില്ല. നമ്മൾ വേറൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്യാസ് എന്താ പറയുക കാനോണി മേടിച്ചു. അതിന് വേറെ ബർണർ ഒരു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്യാസ് ഉണ്ട്. ഇപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഗ്യാസ് ഏകദേശം 2 ദിവസമൊക്കെ ഓടുള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ഒരു സിലിണ്ടർ 2 ദിവസമൊക്കെ ഓടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കപ്പിൽ സിലിണ്ടറൊക്കെ വെക്കണം. പിന്നെ ഇന്നലെ എവിടെയാണ്, അവിടെ കാണുന്നത് ഇതിൻ്റെ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവിടെ ക്രോണാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇന്നലെ കുറച്ച് ഇവിടുത്തെ മാഗി ടൈപ്പ്, മാഗിയല്ല, നൂഡിൽസ്, ചെറിയ കുഞ്ഞ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ബ്രെഡ്, പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ. പാലൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടിയും തിരിച്ചു പോകുമ്പോൾ അവിടെ പോയിട്ട് ഫ്യൂൽ അടിച്ചിട്ട് വേണം പോകാൻ. ഫ്യൂലുണ്ട്, ഹാഫ് ടാങ്ക് ഉണ്ട്. നമ്മുടെ നിസാൻ വണ്ടി അടിപൊളിയാണ് ആക്ച്വലി. മൈലേജും കാര്യങ്ങളും കുഴപ്പമില്ല. മാനുവലായതുകൊണ്ട് എസ്പെഷ്യലി തീരെ കുഴപ്പമില്ല. ഐസ്ലാൻഡിക് കൊറോണ ഉണ്ടല്ലേ, 100 കൊറോണയുണ്ട്. 69 സെൻറ്റാണ് 100 കൊറോണ. 3 കോയിണ്ടെങ്കിലാണ് നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് നേരത്തേക്ക്. വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ പറയുക, ഒരു തമിഴ് ഈറോഡ് എന്നുള്ള ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. ഈറോഡ് എന്നുള്ള ആളുടെ പേര് ശശി എന്നാണ്, ശശി. അപ്പോൾ ആളുടെ വൈഫ് ഫിൻലാൻഡിലാണ്. അപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ആളുടെ വൈഫിനെ കാണാൻ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഈ വെക്കേഷൻ നടത്തുകയാണ്, ഒരാഴ്ചക്കുള്ള വെക്കേഷൻ. അപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ വൈഫ് ഇവിടെ ഫിൻലാൻഡിൽ മാസ്റ്റേഴ്സോ PhD എന്തോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വെക്കേഷനിൽ അപ്പോൾ ഒരു തമിഴ് ആളെ പരിചയപ്പെട്ടു. പിന്നെ ഇന്നലെ നമ്മളൊരു കർണാടകയിൽ നിന്നുള്ള ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. അവരുടെ ആളുടെ ബ്രദർ നെതർലാൻഡ്സിലുണ്ട്. അപ്പോൾ ബ്രദറും കൂടെ ഒരു എന്താ പറയുക, മോട്ടോർ ഹോം എടുത്തിട്ട് ട്രാവലാണ്. ഞങ്ങൾ അതുവരെ താമസിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സിറ്റി ആയിരുന്നു വിക്ക്. മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് കടലിനോട് വളരെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു സിറ്റിയാണിത്. വിക്ക് വില്ലേജിൻ്റെ കോർ ഭാഗത്ത് തന്നെയാണ് ഈ ക്യാമ്പ് സൈറ്റ്. നിരവധി ആൾക്കാർ, നിരവധി ക്യാമ്പർവാനും കാരവാനും പിന്നെ മോട്ടോ ഹോംസും വളരെയധികം ആൾക്കാർ ഇവിടെ ആ നൈറ്റ് തമ്പടിച്ചിരുന്നു. മറ്റ് ക്യാമ്പ് സൈറ്റുകളെ അപേക്ഷിച്ച് കുക്കിങ്ങിന് സെപ്പറേറ്റ് സെക്ഷൻ ഇവർ തന്നത് വളരെ നന്നായിരുന്നു. വിക്ക് നഗരത്തിനോട് വിട പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ വിക്ക് നഗരത്തിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഐസ്ബർഗിലേക്കാണ്. ഐസ്ബർഗ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുളിച്ച് നല്ല റെഡിയായി ഭക്ഷണം കഴിച്ച് ഓട്സ് കഴിച്ച് എന്താ പറയുക, ചുള്ളപ്പൊട്ടപ്പന്മാരായിട്ട് നമ്മൾ പോവാണ്. ഫുള്ള് മലകളുടെ ഏരിയ കേട്ടോ വിക്ക് നഗരം. കണ്ടല്ലേ, ഫുള്ള് മലകൾ. പിന്നെ നല്ല പഫിൻസ്, ആ ബേർഡ് ഇഷ്ടം പ്രകാരം ഉണ്ട് ഇവിടെ, ഇഷ്ടം പ്രകാരം. നമുക്ക് കുറേ പഫിൻസ് ബേർഡിന്റെ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റി. എന്താ പറയുക, 600 mm ലെൻസ് കൊണ്ടുവന്നത് വെറുതെ ആയി പോവോ എന്ന്
ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ഉപയോഗപ്രദമായി. നമുക്ക് കുറേ വീഡിയോ ഒക്കെ പകർത്താൻ പറ്റി. ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കടൽ, ഈ സൈഡിൽ മല, കടൽ മല, കടൽ മല, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പൊ നമ്മൾ നേരെ അടുത്ത് ഐസ്ബർഗ് പോണ വഴിക്ക് വേറെ കാഴ്ചകളുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയാ കവർ ചെയ്യും. പക്ഷെ ആസ്വദിക്കൂ. കണ്ടില്ലേ പ്രകൃതി ഭംഗി. നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയേക്കാണ്. നമ്മൾ പോണ വഴിക്ക് എന്താ പറയുക, എങ്ങനെ ലാവ ഉറച്ചു കൊടുത്തുള്ള ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഒന്ന് ഫ്ലൈ ചെയ്യാം, ഡ്രോൺ ഫ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. എന്താ വ്യൂ. ആ സൈഡിൽ കണ്ടില്ലേ, അതായത് അവിടെ നമ്മൾ വണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാണുന്നത് അത് കണ്ടില്ലേ, അത് ഗ്ലേഷ്യേഴ്സ് ആണ്. പിന്നെ ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ റോക്ക് ഫുള്ള് ഇങ്ങനത്തെ ഈ റോക്ക് ഫോർമേഷൻസാണ്. അതായത് കൺകണ്ട, അതായത് കുറേ ദൂരത്തേക്ക് ഇങ്ങനത്തെ റോക്ക്, അതൊക്കെ ലാവ റോക്ക് തന്നെയാണ് അല്ലേ? ലാവ റോക്സാണ്, ലാവ റോക്സ് ഉണ്ടാ, ലാവ റോക്കാണ് കേട്ടത്. ഇത് വെയിറ്റ് ഉണ്ട്. നമ്മൾ ആക്ച്വലി എന്താ പറയുക, അവിടെ ഇന്നലെ മിനിയാന്ന് ആ ഗീസറിൻ്റെ അവിടെ ലാവ റോക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ടൈപ്പ് അതിനെ ഇല്ല, വെറൈറ്റി ടൈപ്പ്, അതായത് അത് വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്, വെയിറ്റുള്ള ടൈപ്പ് ഉണ്ട്. കണ്ട ഇതൊക്കെ ലാവ റോക്കാണ്, ലാവ റോക്കാണ്. മണ്ണുണ്ട് കേട്ടത്, മണ്ണല്ല ഇത് മോസസ് പായൽ, പായൽ ഇതിൻ്റെ മുകളിൽ. എന്താ അല്ലേ, അത് ഇവിടെ വഴിയുണ്ട്. അവിടെ എന്താ ഇരിക്കുന്നത്? അല്ല റോക്ക് തന്നെയാണ്. ഒന്നും പറയാനില്ല. ഓരോ എന്താ പറയാ, വേണ്ട ഈ സാധനം നോക്കിക്ക്, ഞാൻ തൊടുന്നില്ല. ഇത് എന്തൊരു ടൈപ്പ് പായൽ കണ്ടില്ലേ, ഇതൊരു ടൈപ്പ് പായൽ, തൊടുന്നില്ല. ഇതൊരു ടൈപ്പ് പായൽ, ചെടി കാണാൻ ഭംഗിയുണ്ട്. ഇത് വേറെ ടൈപ്പ് ചെടികൾ. ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് സ്ഥലങ്ങളാണ്. ഇത് ഇങ്ങനെയൊക്കെ ലാവ വന്ന് ഇതിനി എത്ര കാലം. അതെയോ, നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോട്ടിയിട്ടില്ലല്ലോ. ഇത് നീല കളറ്, ഈ പായലുകളും കാര്യങ്ങളൊക്കെ നീല കളറ്. നോക്കിയേ, ഓ അടിപൊളി വ്യൂ, ഒന്നും പറയാല്ലേ. ആ സൈഡിൽ കടലാണ് കേട്ടോ. ഇത്രയും സ്ഥലങ്ങളിൽ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും പിന്നെ ആ ഫാമിലി മാത്രം, എനിക്ക് ആരുമില്ല ഇവിടെ. ഐസ്ലാൻഡ് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രതിഭാസം എളുപ്പമല്ല, വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാത്തിൻ്റെ മുകളിലും പായലാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, കിണറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ ഒരു നല്ല നനവുള്ള സ്ഥലത്ത് ഇതേമാതിരി പായലില്ലേ, ഈ ഓരോ ഈ പായലിനെ ഓരോന്നും ഓരോ കളറും പിന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും ആ കാണുന്നതാണ്. ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് എത്രയോ കിലോമീറ്ററുകളോളം ഇത് തന്നെയാണ്. ആ കാലത്ത് ഇവിടെയൊക്കെ ലാവ എവിടെയെങ്കിലും ഒലിച്ചിറങ്ങി വന്ന ലാവയാണ് ബേസിക്കലി. അങ്ങനെ ഇളം നീല കളറോ അങ്ങനെ എന്തോ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഗ്ലേഷ്യറും എന്താ പറയുക ലാവ റോക്സും. അതായത് നമ്മൾ പല വിധത്തിലുള്ള പായൽ കണ്ടിട്ടുണ്ട്. ഈ പായൽ നോക്കിയൊക്കെ ഭയങ്കര, അതായത് എത്ര കാലം പിടിച്ചിട്ട്, അല്ല ഞാൻ തട്ടുന്നില്ല, നോക്കി ഭയങ്കര കട്ടിക്കുണ്ട്. പൊടിയുണ്ട് കേട്ടോ, പൊടിയും വരുന്നുണ്ട് തട്ടും. അതിൻ്റെ മുകളിലുള്ളതായിരിക്കും. അധികം പൊടിയാക്കണ്ട, അല്ല അലർജിയും വരും. വിശാലമായ ഈ ലാവ ഫീൽഡിൻ്റെ മനോഹാരിതയിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കുകയായിരുന്നു. മെല്ലെ ഞങ്ങളുടെ ഡ്രോൺ ഒന്ന് പറത്തി ആ വിശാലമായ ആ ലാവ ഫീൽഡ് അതിമനോഹരമായിരുന്നു ആ കാഴ്ച. ഒട്ടുമിക്ക എല്ലാ ലാവ ഫീൽഡിൻ്റെയും മുകളിൽ കാണപ്പെടുന്ന ഒന്നാണ് മോസസ് അഥവാ പായൽ. വോൾക്കാനിക് ഇറപ്ഷനിൽ ഒലിച്ചു വരുന്ന ഈ ലാവ ഐസ്ലാൻഡിൻ്റെ ഉപരിതലത്തിൽ ഉറച്ച് നിൽക്കുന്നതായി കാണാം. ഫലഭൂയിഷ്ഠിയില്ലാത്ത ഈ ലാവ ഫീൽഡിൻ്റെ ഉപരിതലത്തിൽ മോസസ് കാലാകാലങ്ങൾക്ക് ശേഷം വരികയും അതിനുശേഷം സോയിൽ ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നു.
സോയിൽ ഫോർമേഷനും വെജിറ്റേഷനും ഈ മോസസിന് വളരെയധികം പ്രസക്തി ഐസ്ലാൻഡിലുണ്ട്. ഡ്രോൺ മെല്ലെ താത്തി ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടരുകയായി. ഓ ഓക്കെ, അതായത് കുറച്ചു നേരം നമ്മൾ ലാവാ ഫീൽഡ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറൊരു മൗണ്ടൈന്, അത് കഴിഞ്ഞ് കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ബ്ലാക്ക് സാൻഡ് റൈറ്റ് സൈഡ്, അതിൻ്റെ അപ്പുറത്ത് കടലാണ്. എന്നാ ഒരു ഭംഗിയാണ്. അതായത് നമ്മൾ ഈ ഐസ്ലാൻഡിന്റെ തീരദേശ ഭാഗത്തു കൂടെ ഉള്ള ഈ റോഡാണ്, റിംഗ് റോഡ് 1, നമ്പർ 1. ആകെ ഒരൊറ്റ റോഡേ ഉള്ളൂ. ഈ റോഡ് കൂടെയാണ് നടക്കുന്നത്. ഒന്നും പറയാ, സൈഡിൽ നോക്കി അവിടെ ഗ്ലേഷ്യേഴ്സ്, ലെഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഗ്ലേഷ്യേഴ്സ്. എൻ്റെ ഭംഗിയൊന്നും പറയാൻ, അതായത് പെർഫെക്റ്റ്. അതായത് നല്ല ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഒരു ക്യാമ്പർമാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ ഹോം അല്ലെങ്കിൽ വേണ്ട പോട്ടെ സാധാ ഒരു ജീപ്പോ അല്ലെങ്കിൽ സുസുക്കിയുടെ ജിംനിയോ അല്ലെങ്കിൽ ടൊയോട്ട ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടും. സുഖസുന്ദരമായിട്ട് ക്യാമ്പിങ് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പോകാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഒരു സെറ്റപ്പ് വേറെ എവിടെയും കിട്ടൂല, ഇവിടെ തന്നെ കിട്ടില്ല. ഐസ്ലാൻഡ്, പോളി ഐസ്ലാൻഡ്. അവിടെ നോക്കി അവിടെ ഇലക്ട്രിക് കമ്പികൾ പോകുന്നുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നും പറയാനില്ല. നേരെ ഞങ്ങൾ കയറി ചെല്ലുന്നത് ഇപ്പോൾ ഗ്ലേഷ്യേഴ്സിലേക്കാണ്. ഇപ്പൊ ഈ കണ്ടതൊക്കെ മാറും. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഗ്ലേഷ്യേഴ്സ്, ഫുള്ള് ഐസ്ബർഗ് മാത്രം. മഞ്ഞ് മല 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 മഞ്ഞ് മല 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 മഞ്ഞ് മല. എന്ത് ഭംഗിയല്ലേ. ആ ഒരു എന്താ പറയാ, ഇളം നീല ഐസ്ബർഗിന്റെ ഇളം നീല കളർ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പൊളി 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 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പൊളി. ഇങ്ങനെ സീൻ കണ്ടേ, 2 പ്ലേറ്റും നമ്മുടെ പാത്രം, പിന്നെ അതാ അവിടെ ഫുള്ള് ഗ്ലേഷ്യേഴ്സ്. ആ കാണുന്ന ഗ്ലേഷ്യേഴ്സ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കേട്ടോ. ഇതാ കേൾക്കണം നമ്മുടെ റെൻഡോ ടയേഴ്സിൻ്റെ വണ്ടി. ഓ എന്നാ ഭംഗിയാന്ന് നോക്കി. നമ്മൾ പോണ വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട ഐസ്ബർഗിൻ്റെ അവിടെ എന്നൊരു എന്താ പറയുക പാർക്കിംഗ് കണ്ടു. അപ്പം നമ്മൾ ഈ റോഡ് കൂടെ ആയിട്ട് വന്നത്. എൻ്റെ പേര് എന്താണ് പേര്? Fraseness. We wish you to pleasant stay and ask you to keep the following in mind journey. Going to Glaciers is strictly forbidden. It is prohibited to camp. ചെയ്യാൻ പാടില്ല. Please stay in the hiking trail protected. Please no. Okay. ട്രെയിലാണ് ആക്ച്വലി, ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. സോ നമ്മൾ എന്തിപ്പോൾ ഇങ്ങനെ നോക്കിയേ, മല, എൻ്റെ അപ്പുറത്ത് ഗ്ലേഷ്യ. ഒന്നും പറയാല്ല കേട്ടോ ഐസ്ലാൻഡിൻ്റെ ഭംഗീനെ കുറിച്ചിട്ട്. കിടക്കുന്നുണ്ടോ ഗ്ലേഷ്യർ. അതൊരു നടന്നു പോവാം, പക്ഷേ നമുക്ക് സമയം പരിമിതമായ കാരണം കൊണ്ട് നമ്മൾ നടക്കുന്നില്ല. സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, അതായത് നല്ല ഒരു നീല കളറ്. അതായത് പതിറ്റാണ്ടുകൾക്ക് മേലെ, അതായത് വർഷക്കണക്കിനോളം ഇങ്ങനെ ഈ മഞ്ഞ് വീണ്, അതായത് സ്നോ വീണ് അടിഞ്ഞ് ഉറച്ചതാണ് ഈ ഗ്ലേഷ്യേഴ്സ്. ഇത് മഞ്ഞല്ല, അതായത് സ്നോ അല്ല, ഗ്ലേഷ്യേഴ്സാണ്. അവിടെ ആ മലയിലൊക്കെ കാണാം ബ്ലാക്ക് കളർ. ആക്ച്വലി ഈ വോൾക്കാനിക് ആഷ് വന്ന് പതിഞ്ഞിട്ടാണ് ബ്ലാക്ക് കളർ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് തന്നെയാണ്. അടിപൊളി. കുറേ ആൾക്കാർ ഇതാണ് ട്രയൽ, ഈ ട്രയൽ വഴി അങ്ങോട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുവരെ ഗ്ലേഷ്യേഴ്സിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ അറിയില്ല. സ്വാതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കാഫ്റ്റാഫൽ നാഷണൽ പാർക്ക് ഐസ്ലാൻഡിലെ തന്നെ 2ാമത്തെ വലിയ നാഷണൽ പാർക്കാണ് ഇത്. ഒരു കാലത്ത് ഒരു ഫാമായിരുന്നു ഈ സ്ഥലം. അതിനുശേഷം നാഷണൽ പാർക്കായി ഇത് രൂപപ്പെട്ടു. ബാഹുപോളി. എന്നാലേ ഇത് നോക്കി റിഫ്ലക്ഷൻ അടി നോക്കി ഫോട്ടോ എടുത്താൽ പൊളിക്കും. നോക്കി ഇതിൻ്റെ അടിയിൽ ഒരു പായൽ കിടക്കുന്നുണ്ട്. മീനല്ലത്? കിട്ടി എനിക്ക്.
മീനാണ് ഇതിൽ, മീനാ? ഇവിടെ എങ്ങനെ മീൻ വരാ? എങ്ങനെ ഇവിടെ മീൻ? അതാ ചാടി അവിടെ. അതാരാ കല്ലെടുത്ത് തരുന്നതാണോ? നോ ഐഡിയ. എനിവേ നോക്കി പായൽ കണ്ടില്ലേ? മലയുടെ റിഫ്ലക്ഷനേ നേരെ വെള്ളത്തേക്ക് അടിച്ച് എന്ത് ഭംഗി എന്ന് പറയും. ഫോട്ടോ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി ഫ്രെയിം, ഒന്നും പറയാനില്ല. മുതലോ എന്നാ ഭംഗിയാ നോക്കിയാ. ഒന്നും പറയാനില്ലടാ. അതിലോ വേണ്ട, റിസ്ക് അല്ല. ഇതിൽ പോ. എൻ്റെ പോന്നു. ഗ്ലേഷ്യർ ഷോ സൂപ്പർ. ഇതാണ് വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സംഭവം. ഷോ എന്നാ ഭംഗിയാ. അട്ടപ്പുറത്ത് വെള്ളം, മല, പൊളി. നല്ല വെയിലുള്ള ദിവസം അല്ലേ? വീണ്ടും ഗ്ലേഷ്യർ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഗ്ലേഷ്യറിനോട് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് എങ്കിലും ആ ലാൻഡ്സ്കേപ്പിൻ്റെ കാഴ്ചകൾ, അതായത് ആ വ്യൂ അതിമനോഹരമായിരുന്നു. ഗ്ലേഷ്യേഴ്സിൻ്റെ സൈഡിൽ മൊത്തം കറുത്ത കളറാണ്. വോൾക്കാനിക് ആഷും വോൾക്കാനിക് സാൻഡും എല്ലാം ഈ ഗ്ലേഷ്യേഴ്സിനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ കറുത്ത നിറം നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ മുന്നേ ഞങ്ങൾ കണ്ട ഗ്ലേഷ്യേഴ്സിനേക്കാളും ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് കൂടുതൽ പകർത്താൻ പറ്റി. ചില ആൽപ്സ് പർവ്വതനിരകളുടെ ലാൻഡ്സ്കേപ്പിനോട് രൂപസാദൃശ്യമുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു ഇവിടത്തേത്. കണ്ടിട്ടും മതിവരാതെ ഞങ്ങൾ വളരെയധികം വീഡിയോസും വളരെയധികം ഫോട്ടോസും ഇവിടെ നിന്ന് പകർത്തി. ഗ്ലേഷ്യേഴ്സിന് തൊട്ട അടുത്തുള്ള ആ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ലേക്ക് ഇതിന് കൂടുതൽ മനോഹാരിത നൽകി എന്ന് തന്നെ പറയാം. ആയിരക്കണക്കിനു മേലെ വർഷപ്പഴക്കമുള്ള ഈ ലാൻഡ്സ്കേപ്പ് ഫോർമേഷൻ ഐസ്ലാൻഡിലെ തന്നെ വളരെ ഭംഗിയേറിയ ഒരു ഏരിയയാണ്. കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആ സ്ഥലത്തിനോട് വിട പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ മനോഹാരിതയാണ് ഇന്നത്തെ വീഡിയോയിൽ ഭൂരിഭാഗവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. ഐസ്ലാൻഡിലെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.